ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി കേസ് വിരമിച്ച ജഡ്ജി അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ്. തിരുവാഭരണ രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം. സ്ട്രോങ് റൂമിലെ കണക്കെടുക്കണം. അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാൻ അനുമതി നൽകി. ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ ഗൂഢാലോചനയെന്ന മന്ത്രി വി.എൻ. വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാനുള്ള ശ്രമമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലെത്തിച്ചത് ഈ മാസം 25-ന് സഹോദരി മിനി ദേവി. ഇടയ്ക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ടെന്നും എന്താണെന്നറിയില്ലായിരുന്നുവെന്നും മിനി ദേവി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമാക്കണമെന്ന പ്രമേയം പ്രതിപക്ഷ പിന്തുണയോടെ പാസാക്കി നിയമസഭ. തിടുക്കപ്പെട്ടുള്ള പരിഷ്കരണം ദുരുദ്ദേശ്യത്തോടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയനിഴലിലെന്ന് മുഖ്യമന്ത്രി. പാവപ്പെട്ടവന്റെ കണ്ണീർ കാണാത്ത ഹൃദയമില്ലാത്ത സർക്കാരെന്ന ധനപ്രതിസന്ധിയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം. സമസ്ത മേഖലയിലും സർക്കാരിന്റെ കെടുകാര്യസ്ഥത എന്ന മാത്യു കുഴൽനാടൻ. 2017-18 കാലഘട്ടത്തിൽ IS റിക്രൂട്ട്മെന്റ് കേസിൽ ശിക്ഷ വിധിച്ച NIA കോടതി. കോയമ്പത്തൂർ സ്വദേശികളായ 2 പ്രതികൾക്കും 8 വർഷം വീതം കഠിന തടവ്. തെളിഞ്ഞത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. ഇരുവരും ഉക്കടം കാർ ബോംബ് കേസിലും പ്രതികൾ. ജയിലിൽ കിടന്ന കാലയളവിൽ ശിക്ഷയിൽ ഇളവ്. കരൂർ ദുരന്തത്തിൽ അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന TVKയുടെ ഹർജി വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പരിക്കേറ്റവരെ കാണുന്നു. ദുരന്തത്തിന് ശേഷം വിജയ് ആദ്യമായി വീടിന് പുറത്തേക്കിറങ്ങി. കരൂർ സന്ദർശിക്കാനുള്ള അനുമതി നൽകാനാകില്ല എന്ന് പോലീസ്. ഏഷ്യാകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അഭിനന്ദന പ്രവാഹം. ഫൈനലിൽ പാകിസ്ഥാനെ തകർത്തത് 5 വിക്കറ്റിന്. ACC പ്രസിഡന്റും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുമായ മൊഹസീൻ നഖ്വിയിൽ നിന്ന് കപ്പ് വാങ്ങാതെ ടീം ഇന്ത്യ. യഥാർത്ഥ ട്രോഫി ടീം അംഗങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫുമെന്ന് നായകൻ സൂര്യകുമാർ യാദവ്. മാച്ച് ഫീ ഇന്ത്യൻ ആർമിക്ക് നൽകുമെന്ന് ടീം ഇന്ത്യ. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പറിയിച്ച കേരള നിയമസഭ ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കി. ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന ആക്ഷേപം വ്യാപകമാണെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രമേയം അംഗീകരിച്ചത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടക്കം മുതലേ എതിർക്കുന്നവരാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഷ്കരണ നടപടികൾ മതി എന്ന നിലപാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമസഭയിൽ ഐക്യകണ്ഠ്യേന പ്രമേയം പാസാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണെന്നും ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപം വ്യാപകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ SIR നടപ്പാക്കാനുള്ള നീക്കം നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിനു മുൻപ് 2002 കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത്. ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് 2002 അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രമേയം പാസാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധനപ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച തുടരുകയാണ്. മാത്യു കുഴൽനാടനാണ് പ്രമേയം അവതരിപ്പിച്ചത്. പാവപ്പെട്ടവന്റെ കണ്ണീർ കാണാനാകാത്ത ഹൃദയമില്ലാത്ത സർക്കാരാണ് ഇതെന്ന് ഹൃദയദിനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. സമസ്ത മേഖലയിലും സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാണാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, ധനപ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയ ചർച്ച ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? വിവരങ്ങൾ.
അടിയന്തര പ്രമേയത്തിന്മേൽ നിന്ന് ധനപ്രതിസന്ധി, അതായത് സംസ്ഥാന സർക്കാരിന്റെ ധനപ്രതിസന്ധി സഭാ നടപടികളിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചതെന്ന് മാറ്റിക്കൊണ്ടുവന്നാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാരാകട്ടെ അത് അംഗീകരിക്കുകയായിരുന്നു. സഭാ നടപടി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ നീട്ടിവെക്കുകയാണ് ചർച്ച. 12 മണിക്കൂർ തുടങ്ങിയ ചർച്ച 2 മണിക്കൂർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ ഭരണപ്രതിപക്ഷത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള വാദങ്ങൾ നിരത്തിയാണ്, വാദമുഖങ്ങൾ നിരത്തിയാണ് ഇരുപക്ഷത്തിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അംഗങ്ങൾ പറയുന്നത്. പ്രധാനമായും പ്രതിപക്ഷത്തിൽ നിന്ന് അവതരിപ്പിച്ച മാറ്റിക്കൊള്ളാറിനാകട്ടെ കുറുക്കു വഴികളിലൂടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ധനനയം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ധനവിനിയോഗം കുറുക്കു വഴികളിലൂടെ മുന്നോട്ട് പോകുന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരാകട്ടെ പല ബാധ്യതകളും ഈ GST-യിൽ 2.5% കുറവിട്ടായിരുന്നു. സ്വർണത്തിന് വലിയ രീതിയിൽ വില കയറ്റം ഉണ്ടായിട്ട് പോലും നമ്മുടെ നികുതി വരുമാനത്തിൽ, ആഭ്യന്തര നികുതി വരുമാനത്തിൽ അല്ലെങ്കിൽ സ്വർണത്തിൽ നിന്നുള്ള നികുതി പിടിച്ചെടുക്കുന്നത് സംസ്ഥാന സർക്കാർ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇതടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ ധനവിനിയോഗത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് പ്രതിപക്ഷ നിരയിൽ സംസാരിക്കുന്ന ഓരോ അംഗങ്ങളും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതേസമയം ഭരണപക്ഷത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടുള്ള അംഗങ്ങൾ തീർച്ചയായും സർക്കാരിനെ പ്രതിരോധിക്കുന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന സാമ്പത്തിക നയത്തിന്റെ വിവേചനം, ഒരു രാഷ്ട്രീയ വിവേചനം കേരളത്തോട് കാട്ടുന്നു. ആ രീതിയിലുള്ള കണക്കുകളൊക്കെയാണ് ഭരണപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുന്ന ഓരോ അംഗങ്ങളും ഈ അടിയന്തര പ്രമേയത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചർച്ച 1 മണിക്കൂർ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭരണപക്ഷ നിരയിൽ നിന്നും സച്ചിൻ ദേവ് MLA ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിൽ നിന്നും മോൻസ്റ്റേഴ്സൊപ്പം AP അൽകുമാർ അടക്കമുള്ളവർ സംസാരിച്ചു. ഇപ്പോൾ ഭരണപക്ഷ നിരയിൽ നിന്ന് സച്ചിൻ ദേവ് MLA സംസാരിക്കുകയാണ്. അതിനുശേഷം പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ഭരണപക്ഷ നിരയിൽ പ്രതിഭ PC ചിത്തരഞ്ജൻ അടക്കമുള്ളവർ സംസാരിക്കാനില്ല. പ്രതിപക്ഷ PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കും. അതിനുശേഷം ഏറ്റവും കൂടുതൽ VD സതീശനാകും പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. അതിനുശേഷമാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ മറുപടി ഉണ്ടാകുന്നത്. എന്തായാലും ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് കൂടി സർക്കാർ അനുവാദം നൽകുന്നതോടുകൂടി ഈ സഭാ സമ്മേളനത്തിലെ 4ാമത്തെ ചർച്ചയാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇത്. പ്രമേയം അവതരിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ധനമന്ത്രി പറഞ്ഞത് ഇത് ചർച്ചയുടെ ആവശ്യമില്ല, പക്ഷേ ഇത് നോട്ടീസായി നൽകിയ സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള പ്രതിസന്ധിയാണ് സർക്കാർ നേരിടുന്നതെന്ന് ചർച്ച ചെയ്തതിന് മുന്നോട്ട് പോകണം എന്നൊരു വാദം നിരത്തിയാണ് സർക്കാർ ഇതിന് ചർച്ചയ്ക്ക് അനുവാദം നൽകിയത്. എന്തായാലും 1 മണിക്കൂർ പിന്നിട്ടൊരു വേളയിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെയാണ് സഭയിൽ ഇപ്പോൾ ഈ പ്രമേയത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധനപ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച തുടരുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി. വിരമിച്ച ജഡ്ജി കണക്കെടുക്കണമെന്ന കോടതി. തിരുവാഭരണ രജിസ്റ്റർ അടക്കം പരിശോധിക്കണം, സ്ട്രോങ് റൂമിലെ കണക്കെടുക്കണം, അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി പറഞ്ഞു. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാൻ അനുമതി നൽകി. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, ഈ വിഷയത്തിൽ നിരവധി സംശയങ്ങൾ കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്? ഒപ്പം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളും കോടതി നൽകിയിട്ടില്ലേ ഇക്കാര്യത്തിൽ? തീർച്ചയായും ആദ്യം മുതൽ തന്നെ ഈ കാര്യത്തിൽ ഹൈക്കോടതി ഒരു കർശന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ് കോടതി ഇതിനു മുമ്പ് ഹർജി പരിഗണിക്കുമ്പോഴും പറഞ്ഞിരുന്നത്. കോടതിയുടെ ആ കർശനമായ ഇടപെടലുകളിലാണ് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന സ്വർണ്ണപ്പീഠം തിരികെ എത്തിക്കാൻ സാധിച്ചത്. മറ്റൊന്ന്, ഇതിനു മുൻപ് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി കൊണ്ടുപോയപ്പോൾ അതിന്റെ തൂക്കം കുറഞ്ഞിരുന്നു എന്ന കാര്യവും ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വിരമിച്ച ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ, അതായത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എന്ന് പറയാവുന്ന രീതിയിൽ ഒരു ജഡ്ജിന്റെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തുമെന്ന് ഹൈക്കോടതി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ശബരിമല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ദേവസ്വം ഡിവിഷൻ ബെഞ്ച് തന്നെ രൂപീകരിച്ചിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും കർശനമായിട്ട് ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് കോടതിയെ ആശ്ചര്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ, അതായത് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ ഒരു ദേവസ്വം കമ്മീഷണറുണ്ട്, ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണറുണ്ട്, അമിക്കസ് ക്യൂറിയുണ്ട്. ഇവരെല്ലാവരും ഉണ്ടായിട്ടും ഈ തരത്തിലുള്ള അപാകതകൾ ശബരിമലയിൽ ഉണ്ടാവുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇതിൽ കർശനമായ ഒരു മാർഗനിർദ്ദേശത്തോടുകൂടി തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വിരമിച്ച ജഡ്ജിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും എന്നുള്ളത് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് കാര്യങ്ങൾ, ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന റിപ്പോർട്ടിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ശരി രാജേഷ്, ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കും. ശബരിമലയിൽ സ്വർണ്ണപീഠം കാണാതായതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി മന്ത്രി VN വാസവൻ. ഒളിപ്പിച്ചു വെച്ച ശേഷം കണ്ടില്ല എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി പറഞ്ഞതിൽ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിന് ശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഈ കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം. അതിന് ശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ പീഠം തിരിച്ചു കിട്ടിയതിൽ സന്തോഷമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയെന്ന് സംശയിക്കുകയാണ്. ഇക്കാര്യം അന്വേഷിക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടുത്തെ BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായും സുതാര്യമായും മാനുവൽ പ്രകാരവും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കാരെയും ഭയക്കേണ്ടതില്ല, ഒരു അന്വേഷണത്തെയും ഞങ്ങൾ ഭയക്കേണ്ടതില്ല. പക്ഷേ ഈ വ്യക്തി മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നിട്ടും കള്ളം പറഞ്ഞതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നതാണ് എൻ്റെ ചോദ്യം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപീഠം കാണാതായതിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ശ്രമമെന്ന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. താൻ ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന അവസാന ഘട്ടത്തിലാണ് പീഠം പിടിപ്പിച്ചതെന്നും പിന്നീടാണ് തിരിച്ചു കൊണ്ടുപോയതെന്നും പത്മകുമാർ പറഞ്ഞു. ദ്വാരപാലക ശില്പം സ്വർണം പൊതിയണം എന്നുള്ള പ്രപ്പോസൽ വന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ സ്വർണം എടുക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ സമയത്താണ് ഇദ്ദേഹം അവിടെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആളാണ്, വർഷങ്ങളായിട്ട് അവിടെ വഴിപാടൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നമ്മുടെ തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് നമ്മൾ ഈ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനി കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതിന് ഗ്യാരണ്ടി വേണം. ഇപ്പോൾ ഗോൾഡ് കവറിങ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് സ്വർണ്ണപ്പാളി എന്നാണ് പറയുന്നത്. ആകെപ്പാടെ 40. ശബരിമല ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഈ മാസം 25-നാണ് വീട്ടിലെത്തിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനി ദേവി. സഹോദരനാണ് സീൽ ചെയ്ത് കൊണ്ടുവന്നത്. ഷീൽഡാണെന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്താണ് സംഭവമെന്ന് അറിയില്ലായിരുന്നുവെന്നും മിനി ദേവി പറഞ്ഞു. ഇടയ്ക്ക് വരുമ്പോ ചെയ്യാറുണ്ട്. ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ ശബരിമലയിൽ ചെയ്യുന്നത്. അവ എന്തെല്ലാം ചെയ്തു. പലപ്പോഴും ഞങ്ങൾ ഇവിടെ പറയണം, അമ്പലത്തിലൊന്നും ഒരുപാട് കൊടുക്കരുത്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന അവരവരുടെ സ്വകാര്യ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ അമ്പലത്തിൽ ചെയ്തത് പിന്നെ അവന് ടെൻഷനും വിഷമങ്ങളും ഒക്കെ ഉണ്ടായി കാണും. കാരണം ഹൈക്കോടതിയിലാണ് കേസ് നടക്കുന്നത്. അപ്പോ ചോദിച്ചപ്പോ ഇവ ഇങ്ങനെ പറഞ്ഞു കാണാം. അപ്പൊ അവൻ അറിയുന്നില്ല ഇത് ഇന്ന് 21 എന്ന് പറയുമ്പോൾ കോവിഡ് സമയമാണ്. അപ്പൊ ഒരു സാധനം കൊണ്ടുവന്നാൽ അത് അവര് ക്ഷേത്രത്തിനകത്തോ പുറത്തോ ഒന്നും വയ്ക്കില്ല, കുറെ ദിവസം കഴിഞ്ഞേ വെച്ച് കാണുള്ളൂ. മറ്റേ ആളിന് ഇത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുള്ളി ഒരു സമ്പന്നനുമാണ്. അപ്പൊ എന്ത് ചെയ്ത് കാണും? അയാളും ഇതിന്റെ ഉത്തരവാദിത്വം അറിഞ്ഞു കാണില്ല. അയാൾ ഈ സീൽ ചെയ്തതോടെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കാണും. മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്കത് മറിച്ചു വയ്ക്കാം. അപ്പൊ നമുക്കായാലും നമുക്ക് എന്തെല്ലാം പറയാം അല്ലേ? നമ്മൾ ഇതിപ്പോ പല കാരണങ്ങൾ ഇത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ ശബരിമലയിൽ പോകുന്നതും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ പലതും കൊണ്ടുവരാറുണ്ട് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി ഭർത്താവ് ഈശ്വരൻ പോറ്റി. ഇത് കൊണ്ടുവന്നപ്പോൾ എന്താണെന്ന് അറിയില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കഴിഞ്ഞ 25-ാം തീയതി വെളുപ്പിനെയാണ് ഒരു ചാക്കിൽ ഒരു സീൽ ചെയ്ത കവറിൽ ഇതിവിടെ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാനില്ലായിരുന്നു. ഞാൻ വെളുപ്പിനായതുകൊണ്ട് ഞാൻ ഉറക്കം എഴുന്നേറ്റില്ല. വൈഫ് രാവിലെ നടക്കാൻ പോകുന്ന ഒരു രീതിയുള്ളതുകൊണ്ട് രാവിലെ എഴുന്നേക്കും. അവളയിലാണ് ഇത് ഏൽപ്പിച്ചത്. അവളിവിടെ വെച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. കാരണം ഇവിടെ
IS റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികൾക്ക് 8 വർഷം വീതം കഠിന തടവ്. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർക്കുള്ള ശിക്ഷയാണ് NIA കോടതി വിധിച്ചത്. പ്രതികൾ സമൂഹമാധ്യമങ്ങളിലൂടെ യുവാക്കളെ ISലേക്ക് ആകർഷിക്കുകയും ഇവർക്ക് പരിശീലനം നൽകുകയും ചെയ്തതായി തെളിഞ്ഞിരുന്നു. 2017-18 കാലഘട്ടത്തിൽ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും സമൂഹമാധ്യമങ്ങളിലൂടെയാണ് IS ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട്മെന്റിന് ശ്രമിച്ചത്. കിരൺ ചേരുന്നു. കിരൺ, വിവരങ്ങൾ. ശ്രീജ, IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് രണ്ട് പ്രതികളുടെ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. കോയമ്പത്തൂർ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നീ 2 പേർക്കെതിരായിട്ടുള്ള ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3 വകുപ്പുകളിലായിട്ട് ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയുണ്ടായിരുന്നു. ഓരോ വകുപ്പിനും 8 വർഷം കഠിന തടവ് വീതമാണ് വിധിച്ചിരിക്കുന്നത്. ഈ തടവ് ഇവർ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ള ഒരു ഇളവ് കൂടി ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. ഏതായാലും 3 വകുപ്പുകളും പ്രതികൾക്കെതിരായിട്ട് തെളിഞ്ഞിരുന്നു. നേരത്തെ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, ഇതിലേക്ക് യുവാക്കളെ ചേർക്കുക, ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇവർക്കെതിരായിട്ട് കണ്ടെത്തിയിരുന്നത്. ഈ ഇരുവരും ഉക്കടം കാർ ബോംബ് സ്ഫോടന കേസിലും പ്രതികളായിരുന്നു. ഏതായാലും ഈ 2 പ്രതികളുടെ ശിക്ഷാവിധിയാണ് ഇന്നിപ്പോൾ NIA കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശ്രീജ, റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികൾക്ക് 8 വർഷം വീതം കഠിന തടവ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു കിരൺകുമാർ. കരൂർ ദുരന്തത്തിൽ മരണം 41ആയി. 50 പേർ ചികിത്സയിൽ തുടരുകയാണ്. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന TVKയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല. ഹർജി വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. അതിനിടെ വിജയ്ക്ക് ദുരന്ത സ്ഥലം സന്ദർശിക്കാനുള്ള അനുമതി നൽകാനാകില്ല എന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന വിജയുടെ പാർട്ടി TVK നൽകിയ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. ഇന്നത്തെ പ്രത്യേക സിറ്റിംഗ് റദ്ദാക്കിയതായി ജഡ്ജിമാർ അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് ഹർജി പരിഗണിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും TVK കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കരൂർ ദുരന്തത്തിൽ ഉത്തരവാദികളായ തമിഴക വെട്രിക്കഴകത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. പരിക്കേറ്റ 55 പേർ ആശുപത്രി വിട്ടെന്നും നിലവിൽ 50 പേരാണ് ചികിത്സയിൽ കഴിയുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ദുരന്തത്തിന് ശേഷം മൗനം തുടർന്ന വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും വിജയ് നടത്തിയിരുന്നില്ല. ദുരന്തത്തിന് ശേഷം ചെന്നൈ നീലങ്കരയിലെ വസതിയിലായിരുന്ന വിജയ് പുറത്തിറങ്ങിയെങ്കിലും കരൂരിലേക്ക് പോകുമോ എന്നതിൽ വ്യക്തതയില്ല. ദുരന്ത സ്ഥലം സന്ദർശിക്കാനുള്ള അനുമതി വിജയ്ക്ക് നൽകാനാകില്ലെന്ന് പോലീസും അറിയിച്ചു. അതിനിടെ വിവിധയിടങ്ങളിൽ വിജയ്ക്കെതിരെ പോസ്റ്റർ ഉയർന്നു. കൊലയാളിയായ വിജയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററാണ് കരൂർ നഗരത്തിൽ പതിച്ചിരിക്കുന്നത്. തമിഴ്നാട് വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന പേരിലാണ് ചോര പുരണ്ട കൈയുമായി നിൽക്കുന്ന വിജയുടെ ചിത്രങ്ങളോടെയുള്ള പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പോസ്റ്ററുകൾക്ക് പിന്നിൽ DMKയും സെന്തിൽ ബാലാജിയുമാണെന്ന് TVK ആരോപിക്കുന്നു. അതേസമയം വിജയ്ക്കെതിരെ തുടക്കത്തിൽ നടപടി വേണ്ടെന്നാണ് DMKയിലെ ധാരണ. അതിനിടെ രാഹുൽ ഗാന്ധി വിജയിയെ വിളിച്ച് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിജയിയുമായി സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. മലപ്പുറത്ത് അതിഥി തൊഴിലാളികൾക്കിടയിൽ മലമ്പനി പടർന്നു. വണ്ടൂർ അമ്പലപ്പടി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 7 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്കാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. 3 പേരും 4 ദിവസം മുൻപ് ഉത്തർപ്രദേശിൽ നിന്ന് വണ്ടൂരിലെത്തിയവരാണ്. വണ്ടൂരിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനവും വീടുകൾ കയറി ബോധവൽക്കരണവും ആരംഭിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില 85,000 രൂപ കടന്നു. ഗ്രാമിന് 85 രൂപയും പവന് 680 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ പവന് 85,360 രൂപയായി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. 10,670 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന് ഇന്നത്തെ വില. പവന് 680 രൂപ വർദ്ധിച്ച് 85,360 രൂപയായി. 18, 14, 9 ക്യാരറ്റ് ആഭരണങ്ങൾക്കും ആനുപാതികമായ വിലവർധനവ് ഉണ്ടായിട്ടുണ്ട്. 1 പവൻ സ്വർണ്ണാഭരണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 93,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. സ്വർണത്തോടൊപ്പം വെള്ളി വിലയിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമിന് 150 രൂപയാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,798 ആയിരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില നിശ്ചയിക്കുമ്പോഴുള്ള വില. ഇപ്പോൾ $3,800 കടന്നിട്ട് $3,807 എത്തിയിട്ടുണ്ട്. രൂപയുടെ വിനിമയ നിരക്കിലും ദുർബലമായി 88.74 എത്തിയിട്ടുണ്ട്.
6 വർഷങ്ങൾക്ക് മുൻപ് അന്താരാഷ്ട്ര സ്വർണ്ണവില $1367 ഇതിനുശേഷം ഒരിക്കലും സ്വർണം ഈ വിലയിലേക്ക് തിരികെ എത്തിയിട്ടില്ല. ഇനിയും സ്വർണ്ണവില വലിയ കുതിപ്പ് തുടരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്താനൊരുങ്ങിയ LDF. ഒക്ടോബർ 2 കോഴിക്കോടാണ് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുക. ന്യൂനപക്ഷ സംഘടനകളിലെ നേതാക്കൾക്ക് വേദിയിൽ ഇടമുണ്ടാകില്ല. അയ്യപ്പ സംഗമത്തിന്റെ ക്ഷീണം തീർക്കാൻ പലസ്തീൻ ഐക്യദാർഢ്യ സംഘവുമായി LDF. മുതലക്കുളം മൈതാനിയിൽ 10,000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുന്നത്. ന്യൂനപക്ഷ സംഘടനകളിലെ നേതാക്കളും സമുദായ പണ്ഡിതരും പ്രത്യേക ക്ഷണിതാക്കളാവില്ല. അവരൊക്കെ ഞങ്ങൾ ഓഡിയൻസായിട്ട് ക്ഷണിക്കുകയല്ലേ. ഇത് LDFന്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ ഇദ്ദേഹം വരുന്ന സമയത്ത് കേരളത്തിലെ ഒരു സ്വീകരണം കോഴിക്കോടാണ് പ്ലാൻ ചെയ്യുന്നത്. അത് അവിടെ നിന്ന് സ്റ്റേറ്റ് തലത്തിൽ തന്നെ ആലോചിച്ച പരിപാടിയാണ്. പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള M. അബ്ദുൾ ഷാവേസ് മുഖ്യാതിഥിയാവുന്ന ഐക്യദാർഢ്യ സംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുക. അയ്യപ്പ സംഗമത്തിന് പകരമല്ല പലസ്തീൻ ഐക്യദാർഢ്യ സംഗമമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചോ മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചോ ഒന്നും അങ്ങനെ ഒരു വിഷയമല്ല. കാരണം കേരളം മുറുകെ പിടിക്കുന്നത് മതേതരത്വമാണ്, മതനിരപേക്ഷതയാണ്. ആ മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കും അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഇന്ന് ആരാധനാലയങ്ങളെ വർഗീയവൽക്കരിക്കുന്ന BJPയുടെ കാവ്യവൽക്കരണ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ ഒരു സംഭവമാണ് അയ്യപ്പ സംഗമം. ന്യൂനപക്ഷ സംഘടനകളിലെ ഉൾപ്പെടെ എല്ലാവരെയും ക്ഷണിക്കും, പക്ഷേ പ്രാസംഗികരായിരിക്കില്ല. ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ LDF നേതാക്കൾ മാത്രമാകും വേദിയിലുണ്ടാവുക. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് മേപ്പയ്യൂരിൽ കോൺഗ്രസ് പ്രവർത്തകനെ ഓഫീസിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 61-കാരനായ രാജനാണ് മരിച്ചത്. പത്ര ഏജന്റാണ് രാജൻ. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ആത്മഹത്യയെന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. തൃശൂർ മുലക്കരയിൽ മയക്കുമരുന്ന് വേട്ട. 40 ഗ്രാം MDMA-യുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. ഒല്ലൂക്കര സ്വദേശി സിൻറ്റോ ആന്റണി, മുഹമ്മദ് ഷഫീർ എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും തൃശൂരിലെത്തിച്ച MDMA-യാണ് പിടികൂടിയത്. പിടികൂടിയ മയക്കുമരുന്ന് വിപണിയിൽ 2 ലക്ഷം രൂപ വില വരും. പ്രതികൾ ഏതാനും ദിവസങ്ങളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. തൃശൂർ ചന്ദ്രാപ്പിന്നിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്ന് പുനെയിലേക്ക് പ്ലൈവുഡുമായി പോവുകയായിരുന്ന ലോറിയാണ് ദേശീയപാത 66-ൽ നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. പ്ലൈവുഡ് കെട്ടിയ കയർ പൊട്ടി ലോഡ് ഒരു വശത്തേക്ക് ചെരിഞ്ഞതോടെയാണ് ലോറി നിയന്ത്രണം വിട്ടത്. ഇലക്ട്രിസിറ്റി പോസ്റ്റും ഒരു വ്യാപാര സ്ഥാപനവും തകർന്നു. ഡ്രൈവർ കൊല്ലം സ്വദേശി ആനന്ദവും സഹായിയുമാണ് ലോറിയിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പാകിസ്ഥാൻ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. തിലക് വർമ്മയുടെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയും കുൽദീപ് യാദവിന്റെ 4 വിക്കറ്റ് പ്രകടനവുമാണ് ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം സമ്മാനിച്ചത്. അടി, തിരിച്ചടി, നിരാശ, ആവേശം. അവസാന ഓവർ വരെ കാണികളെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെ നിലംപരിശാക്കി ഇന്ത്യ വിജയകിരീടം ചൂടി. 69 റൺസുമായി പുറത്താകാതെ നിന്ന തിലക് വർമ്മയാണ് ദുബായിൽ ഇന്ത്യയുടെ രക്ഷകനായത്. 147 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. സ്കോർ ബോർഡിൽ 20 റൺസ് എത്തിയപ്പോഴേക്കും ഓപ്പണർമാർ രണ്ടും ക്യാപ്റ്റൻ സൂര്യകുമാറും ഡഗ്ഔട്ടിൽ തിരിച്ചെത്തി. സഞ്ജുവിനെ കൂട്ടുപിടിച്ച തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടിന് പിന്നാലെ 24 റൺസ് എടുത്ത സഞ്ജുവും പുറത്തായി. 6-ാമനായി ഇറങ്ങിയ ശിവം ദുബയെ കൂട്ടുപിടിച്ച് സമ്മർദ്ദങ്ങളെ അതിജീവിച്ച തിലക് വിജയത്തിനരികെ എത്തിച്ചു. ഹാരിസ് റൌഫ് എറിഞ്ഞ അവസാന ഓവറിൽ ഇന്ത്യക്ക് വേണ്ടത് 10 റൺസ്. 2-ാം പന്തിൽ തിലകിന്റെ 6, 4-ാം പന്തിൽ ബൗണ്ടറി നേടി റിങ്കു സിംഗ് കളി അവസാനിപ്പിച്ചു. 53 പന്തിൽ 4 6-ഉം 3 4-ഉം അടങ്ങുന്നതായിരുന്നു തിലക് വർമ്മയുടെ ഇന്നിംഗ്സ്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാന് മികച്ച തുടക്കമാണ് ഓപ്പണർമാരായ സാഹിബ്സാദ ഫർഹാനും ഫഹർ സമനും ചേർന്ന് നൽകിയത്. 1-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 84 റൺസ് കൂട്ടിച്ചേർത്തു. 3 6-ഉം 5 4-ഉം അടക്കമാണ് സാഹിബ്സാദ ഫർഹാൻ ഇന്ത്യക്കെതിരെ തുടർച്ചയായി 2-ാം 50 നേടിയത്. ഒരു ഘട്ടത്തിൽ 200 കടക്കുമെന്ന് കരുതിയ സ്കോറാണ് ഇന്ത്യൻ സ്പിന്നർമാർ ചേർന്ന് എറിഞ്ഞൊതുക്കിയത്. മത്സരശേഷം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മൊഹസിൻ നഖ്വിയിൽ നിന്ന് കിരീടം വാങ്ങാതെ ഇന്ത്യൻ ടീം പ്രതിഷേധമറിയിച്ചു. കൂടാതെ തങ്ങളുടെ മാച്ച് ഫീ ഇന്ത്യൻ ആർമിക്ക് നൽകുമെന്നും ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു. തോൽവിയൊന്നും അറിയാതെയുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. BCCI 21 കോടി രൂപയാണ് ടീമിന് സമ്മാനമായി പ്രഖ്യാപിച്ചത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.
ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.